ചില ദിവസങ്ങൾ അങ്ങനെയാണ്. എല്ലാ നല്ലതിനെയും തല്ലിക്കെടുത്താൻ പാകത്തിനൊരു കെട്ട ദിവസം. ശപിക്കാനോ മറക്കാനോ കഴിയാതെ തൊണ്ടക്കുഴിയിൽ വിങ്ങലുണ്ടാക്കുന്ന ഒരു ദിവസം. 2023 നവംബർ 19 ഇന്ത്യൻ ജനതയെ സംബന്ധിച്ച് അങ്ങനെ ഒന്നാണ്. ഒരു കളിയും തോൽക്കാതെ പത്തരമാറ്റ് ജയത്തോടെ മുന്നേറിയിട്ടും വീണുപോയ നിമിഷം. ആർത്തലയ്ക്കുന്ന കാണികളും 140 കോടി ജനങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഒന്നും ചെയ്യാനാകാതെ പോയ ഒരു നശിച്ച ദിവസമെന്നേ അതിനെ പറയാൻ കഴിയൂ. തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യ ഇത്രയും മികച്ച ഫോമിൽ കളിച്ച മറ്റൊരു ലോകകപ്പില്ല. അത്രയും സുന്ദരമായ കളി കാഴ്ചവെച്ചാണ് അവർ മടങ്ങിയത്. ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ അടക്കം ലോകകപ്പ് കളിക്കാനെത്തിയ എല്ലാ ടീമിനെയും തോൽപ്പിച്ച ഏക ടീമെന്ന നിലയിൽ ഇന്ത്യക്ക് തലയുയർത്താം. ടോസ് മുതലേ ഇന്ത്യക്ക് പിഴച്ചു. എന്നാൽ ടോസ് ഭാഗ്യം ലഭിച്ച 2003 ബൌളിംഗ് തിരഞ്ഞെടുത്തത് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. ടോസ് ഭാഗ്യം തുണച്ചില്ലെങ്കിലും പ്രതീക്ഷകൾ ഉയരത്തിൽ തന്നെയായിരുന്നു. ടോസ് നേടിയ കമ്മിൻസ് ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു. ലോകകപ്പിലുടനീളം ബാറ്റ് വീശിയ അതേ ശൈലിയിൽ രോഹിത് ആരംഭിച്ചു. മറുവശത്ത് ഗിൽ റൺ കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോഴും രോഹിത് ആക്രമണം തുടർന്നു. ആദ്യ 4 ഓവറിൽ ടീം സ്കോർ 30. എന്നാൽ 5-ാം ഓവറിലെ 2-ാം പന്തിൽ ഗില്ലിനെ സ്റ്റാർക്ക് സാംബയുടെ കൈകളിലെത്തിച്ചു. ഗില്ലിനു പകരം വിരാട് ക്രീസിലെത്തി. രോഹിത് കോഹ്ലി സഖ്യം ഇന്ത്യൻ സ്കോർ ഉയർത്തുമെന്ന് കാണികൾ ഉറപ്പിച്ചു. 7-ാം ഓവറിൽ സ്റ്റാർക്കിനെ തുടർച്ചയായി 3 തവണ ബൗണ്ടറി കടത്തി കിങ് വരവറിയിച്ചു. പിന്നാലെ ടീം സ്കോർ 50 കടന്നു. മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തുന്നതിനിടയിൽ രോഹിത് വീണുപോയി. 47 റൺസ് എടുത്ത രോഹിതിനെ അനായാസമെന്ന് തോന്നിയ ക്യാച്ചിലൂടെ ഇന്ത്യയുടെ വിലങ്ങുതടിയായ ഹെഡ് പുറത്താക്കുമ്പോൾ സ്കോർ 76. പിന്നാലെ വന്ന ശ്രേയസിന് 4 റൺസ് ചേർക്കാനേ കഴിഞ്ഞുള്ളൂ. ക്രീസിലെത്തിയ രാഹുലിനെ കൂട്ടുപിടിച്ച് കോഹ്ലി അതീവ ശ്രദ്ധയോടെ ബാറ്റ് വീശി. എന്നാൽ 10 ഓവറിൽ ബൗണ്ടറികൾ നേടാനാകാതെ ഇരുവരും പതറി. ആദ്യ 10 ഓവറുകളിൽ 80 റൺസ് എടുത്തപ്പോൾ അടുത്ത 10 ഓവറിൽ 35 റൺസ് മാത്രമാണ് ഇന്ത്യക്ക് നേടാനായത്. റൺ റേറ്റ് 8-ൽ നിന്ന് 5-ലേക്ക് കൂപ്പുകുത്തി. അവിടെ മുതൽ കാര്യങ്ങൾ ഇന്ത്യയുടെ കൈവിട്ടു പോവുകയായിരുന്നു. അർദ്ധ സെഞ്ചുറി നേടിയ വിരാടിനെ പുറത്താക്കി കമ്മിൻസ് ഇന്ത്യക്ക് തിരിച്ചടി നൽകി. ബാറ്റിംഗ് ഓർഡറിൽ സ്ഥാനക്കയറ്റം ലഭിച്ച് ക്രീസിലെത്തിയ ജഡേജ 9 റൺസ് നേടി നിരാശപ്പെടുത്തി. സ്കോർ 203-ൽ നിൽക്കുമ്പോൾ രാഹുലും പുറത്തായി. വാലറ്റത്തിനും പിന്നീട് പിടിച്ചു നിൽക്കാനായില്ല. ഷമിയും ബുംറയും നിഷ്പ്രിയരായി. പതിവ് ശൈലിയിൽ നിന്ന് പ്രതിരോധത്തിലൂന്നിക്കളിച്ച സൂര്യകുമാറിനും ഏറെ നേരം പിടിച്ചു നിൽക്കാനായില്ല. അവസാന വിക്കറ്റിൽ സിറാജും കുൽദീപും ചേർന്നാണ് ടീം സ്കോർ 240-ലെത്തിച്ചത്. ഇന്ത്യ ഉയർത്തി 241 എന്ന ചെറിയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഓസ്ട്രേലിയ ആദ്യ ഓവറിൽ തന്നെ ബുംറയെ 15 റൺസിന് പറത്തി. എന്നാൽ 2-ാം ഓവറിൽ തന്നെ വാർണറിനെ മടക്കി ഷമി ഇന്ത്യക്ക് പ്രതീക്ഷകൾ സമ്മാനിച്ചു. 5-ാം ഓവറിൽ മാർഷിനെ മടക്കി ബുംറയുടെ സ്ട്രൈക്ക്. സ്മിത്തിനെയും വിക്കറ്റിന് മുന്നിൽ കുടുക്കിയ ബുംറ മത്സരത്തിൽ പിടിമുറുക്കി. എന്നാൽ സ്മിത്തിനു പകരം വന്ന ലബൂഷയെ കൂട്ടുപിടിച്ച് ഹെഡ് തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യൻ ബാറ്റർമാർ ബൗണ്ടറി കടത്താൻ കഷ്ടപ്പെട്ട പിച്ചിൽ അനായാസം ബൗണ്ടറികൾ പറന്നു. ആരാധകരിലും ഇന്ത്യൻ ക്യാമ്പിലും പരാജയത്തിന്റെ നിരാശ പടർന്നു. ബൗളർമാരെ മാറി മാറി പരീക്ഷിച്ചിട്ടും കൂട്ടുകെട്ട് പൊളിക്കാൻ രോഹിത്തിനായില്ല. താരങ്ങളും ആരാധകരും ഒരുപോലെ സങ്കടത്തിൽ മുങ്ങിയപ്പോൾ മൈതാനത്ത് ഹെഡ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. വിജയത്തിനു വേണ്ടി ആർത്തലച്ച ആരാധകർക്ക് മുന്നിലിട്ട് ഇന്ത്യൻ ബോളർമാരെ ഹെഡ് നിലപരിശമാക്കി. കമ്മിൻസ് പറഞ്ഞതുപോലെ അക്ഷരം പ്രതി അവർ നടപ്പാക്കുകയായിരുന്നു. 1 ലക്ഷത്തോളം വരുന്ന കാണികളുടെ മുന്നിൽ നിന്ന് കപ്പുമായി ഓസ്ട്രേലിയ മടങ്ങി. ഹെഡ് ആരെയും പേടിക്കാതെ ബാറ്റ് വീശിയപ്പോൾ ആർത്തലച്ച സ്റ്റേഡിയം മൂകമായി. എല്ലാം അനുകൂലമായിട്ടും പാതി വഴിയിൽ വീണുപോകുന്നവരെന്ന ചീത്തപ്പേരു തിരുത്തിയിട്ടും ഇന്ത്യ തോറ്റുപോയി. എന്തെല്ലാം മറന്നാലും എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും കഴിയാത്ത ഒരു ദുസ്വപ്നമായി ഓർമ്മകൾ നരേന്ദ്രമോദി സ്റ്റേഡിയം മാറി. ലോകകപ്പ് എന്ന സ്വപ്നം പൊലിഞ്ഞുവെങ്കിലും തലയുയർത്തി തന്നെയാണ് ഇന്ത്യ കളം വിട്ടത്. പോരാട്ടവീര്യവും ദൃഢതയും തങ്ങളിൽ ബാക്കിയുണ്ടെന്നതിന് തെളിവായിരുന്നു T20 ലോകകപ്പ് ജേതാക്കളായതും. ഒരു ഇരുണ്ട ദിവസത്തിനപ്പുറം വെളിച്ചം തങ്ങൾക്ക് അകലെയല്ലെന്ന് ഇന്ത്യൻ പട കാണിച്ചു തന്നു.